2 ദിവസത്തെ സംസ്ഥാന കമ്മിറ്റി യോഗം കഴിയുമ്പോൾ അണ്ടിപ്പരിപ്പിന്റെ വലിയ ടിന്നുകൾ കാലിയാകുകയും തകരപ്പാട്ടകളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യും. ഒറ്റ ഗഡു ക്ഷേമ പെൻഷൻ കൊണ്ട് തെറ്റുതിരുത്തി കാണിച്ച MV ഗോവിന്ദന്റെ മായാജാലത്തിനെ എത്ര അനുമോദിച്ചാലും അധികമാവില്ല. അതെ, തെറ്റുതിരുത്തി. പക്ഷേ പിണറായി പെറ്റപ്പോൾ കിട്ടിയത് ചാപിള്ളയായി പോയി. പിണറായി കാലത്ത് ചാപിള്ളയായി പിറന്ന CPM-നെ കണ്ണെഴുതി പൊട്ടും കുത്തി പൗഡർ ഇടിച്ചുകൊണ്ട് നടക്കുകയാണ് ഗോവിന്ദൻ. എന്നിട്ടും ബഹുകേമത്തിൽ വലിയ അഭിമാനത്തിലാണ് ഞാൻ പാർട്ടി സെക്രട്ടറി എന്ന് ഗോവിന്ദൻ വെച്ചലക്കുന്നത്. ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട കേരളത്തിലെ CPM-ലെ തെറ്റുതിരുത്തൽ പ്രക്രിയ ചാപിള്ളയായി മാറുകയാണ്. ഇന്നും നാളെയും സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നുണ്ടെങ്കിലും ഭരണരംഗത്തോ പാർട്ടി പ്രവർത്തനത്തിലോ ഒരു തെറ്റുതിരുത്തലും ഉണ്ടാകില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ജൂൺ 4-ന് കേരളത്തിലെ CPM എന്തായിരുന്നോ എവിടെയായിരുന്നോ അതുതന്നെയോ അതിലും ജീർണിച്ച അവസ്ഥയിലോ ആണ് പാർട്ടി ഇപ്പോൾ. പാർട്ടിയിൽ എന്ത് മാറ്റം വേണമെന്നാണ്, എന്തിന് മാറ്റം എന്നും പുച്ഛത്തോടെ ചോദിച്ചിടത്താണ് പാർട്ടി ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അവിടെയും ഇവിടെയും ചില അലോസരങ്ങൾ ഉണ്ടാക്കിയവരെ മയക്കിയും മെരുക്കിയും ഒതുക്കാനാണ് തീവ്ര ശ്രമം. സത്യസന്ധമായി ഇന്നത്തെ അവസ്ഥ പരിശോധിക്കുന്നവർക്ക് കാണാവുന്ന ഏക മാറ്റം ഉയർന്ന കമ്മിറ്റികൾ യോഗം ചേരുന്നതിൽ എണ്ണത്തിൽ വർധനവുണ്ട് എന്നത് മാത്രമാണ്. അതുകൊണ്ട് പാർട്ടിക്ക് എന്തെങ്കിലും ഗുണപരമായ മാറ്റമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം കോഴിമുട്ട. ഉദാഹരണത്തിന്, പ്രകാശ് കാരാട്ട് തിരുവനന്തപുരത്ത് തങ്ങുന്നുണ്ട്. അദ്ദേഹത്തിന് ദില്ലിയിലിരുന്നാൽ എന്തെങ്കിലും പണി വേണ്ടേ? അതല്ലെങ്കിൽ ചെയ്യാൻ അറിയേണ്ടേ? ജനസമ്പർക്കം വേണ്ടേ? കയ്യിലിരിക്കുന്ന ഡിറ്റക്റ്റീവ് നോവൽ കൂമ്പാരം തുറക്കുമ്പോൾ കാണുന്നതല്ലല്ലോ സാധാരണ ജനങ്ങളുടെ ജീവിതം. ഒറ്റ ഉദാഹരണം പറയട്ടെ. പ്രകാശ് കാരാട്ട് പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ പാർട്ടിയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ 3 മേഖലാ യോഗങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. കാലവർഷം കൊടുമ്പിരി കൊണ്ട സമയമായിരുന്നു അത്. 2 യോഗങ്ങൾ കഷ്ടിച്ചു ചേർന്നു. 3-ാമത്തെ യോഗം കോഴിക്കോടായിരുന്നു. കോരിച്ചൊരിയുന്ന മഴയും ഉരുൾപൊട്ടലും കാരണം ആ യോഗം റദ്ദാക്കേണ്ടി വന്നു. അതിൽ അത്ഭുതമില്ല. പക്ഷേ ആ ദിവസങ്ങളിൽ സുൽത്താൻ ബത്തേരിയിൽ ഉരുൾപൊട്ടലിൽ 11 മൃതദേഹങ്ങൾ ചത്തുമലച്ചു പൊന്തി. ഒരു നോക്ക് അവിടെ പോയി ഒരിറ്റ് കണ്ണീർ പൊഴിക്കാൻ തൊഴിലാളി വർഗത്തിന്റെ ഈ ഗന്ധർവപുത്രന് തോന്നിയില്ലെന്ന് പച്ചയ്ക്ക് വിളിച്ചു പറയുകയാണ് ശക്തിധരൻ. ഈ പാർട്ടിയിലെ ജീർണതകളെ വീണ്ടും വലിച്ചു പുറത്തിടുകയാണ് ശക്തിധരൻ. തെറ്റ് തിരുത്തുമെന്നിവർ പറയും, പക്ഷേ ഒരു തെറ്റുതിരുത്തലും ഉണ്ടാകില്ല. പിണറായി തലപ്പൊക്കത്തിൽ തന്നെ എത്തി നിൽക്കും. അതാണ് ഇനിയും കാണാൻ പോകുന്നതെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ശക്തിധരൻ. തീർന്നില്ല, ഇക്കൂട്ടരിലെ പലരുടെയും തനിനിറങ്ങൾ ശക്തിധരൻ പുറത്ത് കാണിക്കുന്നുണ്ട്. അന്ന് സുൽത്താൻ ബത്തേരിയിൽ അപകടമുണ്ടായപ്പോൾ അവിടുത്തെ തൊഴിലാളി വർഗ പാർട്ടിക്ക് കാരാട്ടിനോട് ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുടെ അടുത്ത് ഓടിയെത്തണമെന്ന് നിർദ്ദേശിച്ചതുമില്ല. എന്താ കാരാട്ട് സ്വർണ്ണക്കട്ടിയാണോ? മഴയത്തിറങ്ങിയാൽ അലിഞ്ഞു പോകുമോ? അതോ ആയിരങ്ങൾ വിലപിടിപ്പുള്ള ഷൂസിന്റെ ഭംഗിക്ക് കോട്ടം തട്ടുമോ? AKG ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നതെങ്കിൽ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. തൊഴിലാളി വർഗത്തോട് അലിവുള്ള ഒരു ഹൃദയം ഇതിൽ ഒരുത്തനുമില്ല. വെറും മുക്കുപണ്ടങ്ങൾ. ശീതീകരിച്ച മുറിക്ക് പുറത്ത് എത്ര മണിക്കൂർ കഴിയാൻ കാരാട്ടിനാകും? ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിച്ചതാണോ കാരാട്ടുമാരെ? AKG സെന്ററിലെ അന്തേവാസികളുടെ ഒരു ദിവസത്തെ ഭക്ഷണ ചെലവ് എത്രയെന്ന് ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരൻ അറിയാമോ? എത്ര കിലോ മുന്തിയ മത്സ്യമാണ് പാളയം മീൻ ചന്തയിൽ നിന്ന് ഓരോ ദിവസവും എത്തിക്കുന്നതെന്നറിയാമോ? കുടുംബത്തിലെ സമ്പാദ്യം എടുത്താണോ ഈ ആറാട്ട്? പലർക്കും അവിടെ വിളമ്പുന്ന വിഭവങ്ങൾ തലസ്ഥാനത്തെ ഏത് പഞ്ചനക്ഷത്ര ഹോട്ടലിനേക്കാൾ മുന്തിയതാണ്. പട്ടം കൊട്ടാരത്തിലെ സസ്യാഹാര വിഭവങ്ങളുമായി താരതമ്യം ചെയ്യുന്നില്ല. പാർട്ടിക്ക് വേണ്ടി എന്ത് സേവനം ചെയ്തിട്ടാണ് ഇങ്ങനെ വെട്ടി വിഴുങ്ങുന്നത്? ഞങ്ങൾ വിദ്യാർത്ഥികളായിരുന്നപ്പോൾ P. സുന്ദരയ്യ എന്നൊരു ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ CPM സ്ഥാപിച്ച ആദ്യ ജനറൽ സെക്രട്ടറി. 2 ഉണക്ക ചപ്പാത്തി പാളയത്തെ അരുണ ഹോട്ടലിൽ ഇരുന്ന് ചവച്ചിറക്കുന്ന രംഗം എത്രയോ തവണ കണ്ടിട്ടുണ്ട്. അത് കണ്ട് കണ്ണ് നിറഞ്ഞിട്ടുമുണ്ട്. ധീരതയുടെ പര്യായമായ P. സുന്ദരയ്യ. ഈ ഇരിക്കുന്ന ദൃഢപേശിക്കാരന്റെ മുഷ്ടിയിൽ നിന്ന് സൈറൺ മുഴങ്ങിയാൽ തെലങ്കാനയിലെ പോലെ പടച്ചട്ട അണിഞ്ഞ ലക്ഷങ്ങൾ ഇരമ്പിക്കയറുമെന്ന് സ്വപ്നം കണ്ടിട്ടുണ്ട്. ഇന്നത്തെ ഏതെങ്കിലും CPM കേന്ദ്ര നേതാവ് ഇതുപോലെ ഒരു സാധാരണ ഹോട്ടലിൽ കയറുമോ? ഇവരാണോ തെറ്റ് തിരുത്തുന്നത്? ലോക്സഭാ ഫലം പുറത്തു വന്ന ജൂൺ 4-ന് CPM എന്തായിരുന്നോ അതുതന്നെയാണ് സംസ്ഥാന കമ്മിറ്റി ഇന്ന് വീണ്ടും ചേരുന്ന ദിവസവും എന്നത് മറന്നുപോകരുത്.
ആർക്കും നോവാത്ത ഒരു റിപ്പോർട്ട് എഴുതി സഖാവ് MV ഗോവിന്ദൻ ഇന്നത്തെ യോഗത്തിലും മേനി നടിക്കും എന്നറിയാം. അതൊന്നും വലിച്ചുവാരി പുറത്തിട്ട് പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നില്ല.